ഹായ് നമസ്കാരം. അങ്ങനെ കുറേ നാൾക്ക് ശേഷം ഞാൻ എൻ്റെ ഒരു യൂട്യൂബ് ചാനൽ ഒന്ന് ഓൺ ആക്കുന്നുണ്ട്. വളരെ മുന്നേ ഞാനൊന്ന് ട്രൈ ചെയ്തിരുന്നു, പക്ഷേ എനിക്കതിൻ്റെ ഒരു ഫ്രീക്വൻ്റ് ആയിട്ട് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഇപ്പോൾ കുറേ കാര്യങ്ങളിങ്ങനെ സെറ്റൊക്കെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ ഒരു ഓക്കെ, ഇനി എനിക്ക് ചെയ്യാം. എൻ്റെ മോള് 4 വയസ്സാവുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം അവളുടെ മലയാള മാസത്തിൽ, വൃശ്ചിക മാസത്തിൽ അവളുടെ പിറന്നാൾ കൂടിയാണ്. അപ്പോൾ പിന്നെ എന്തായാലും അമ്പലത്തിൽ വരണം. അപ്പോൾ ഇന്ന് ഞാനിവിടെ പരമാര ക്ഷേത്രത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ക്ഷേത്രമാണ്. എത്ര നേരം വേണമെങ്കിലും നിന്ന് നമുക്ക് മതി വരുന്നത് വരെ പ്രാർത്ഥിക്കാനും നിൽക്കാനും ഒക്കെയുള്ളൊരു സ്പേസ് ഉണ്ട്. എറണാകുളത്ത് നമ്മുടെ ഹാർട്ട് ഓഫ് ദ കൊച്ചിൻ ഈ സിറ്റിക്കകത്ത് പരമാര ദേവി ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് നോർത്ത് ഫേസ് ചെയ്യുന്ന ഭഗവതിയാണ്. അപ്പോൾ സാധാരണ പറയും ഈ വടക്കോട്ട് ഫേസ് ചെയ്തിരിക്കുന്ന ദേവിക്ക് പവർ കൂടുതലാണ്, ഭദ്രകാളി സ്വരൂപമാണ്, ഉഗ്രരൂപിണിയാണെന്ന് പറയും. അപ്പം നമ്മുടെ കൊടുങ്ങല്ലൂർ അമ്മയാണെങ്കിലും വടക്കോട്ടാണ് ദർശനം തരുന്നത്. കുറേ വർഷങ്ങളായിട്ട് എനിക്ക് തോന്നുന്നത് സിനിമയിൽ വന്ന് 2007 മുതൽ എറണാകുളത്ത് നമ്മൾ വരുന്നുണ്ട്. MG റോഡ് ഭാഗവും നോർത്ത് സൈഡൊക്കെ നമ്മൾ ഫേസ് ചെയ്ത് പോകുമ്പോഴും ഇത്രയും നല്ലൊരു ക്ഷേത്രം, അതായത് വെളിയിൽ നിന്ന് കാണുന്നതിൻ്റെ വേറൊരു ഓപ്പോസിറ്റ് സൈഡ് കുറച്ച് നല്ല തിരക്കുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ നമ്മളിങ്ങനെ പാസ് ചെയ്ത് പോവും. ഈ പരമാര ബോർഡ് നമ്മൾ എപ്പോഴും കാണും. അതിന് മുമ്പിൽ കൊട്ടയ്ക്കകത്ത് നിറയെ പൂക്കളൊക്കെ ആയിട്ട് കുറേ ചേച്ചിമാർ. ഈ ഒരു വിഷ്വല് മാത്രം ഞാൻ കാണുന്നുള്ളൂ എത്രയോ വർഷമായിട്ട്. ഇവിടെ ഞാനിപ്പോൾ മറൈൻ ഡ്രൈവിൽ താമസിക്കാൻ സ്റ്റാർട്ട് ചെയ്തത് ജാനുവരി മുതലാണ്. അപ്പോഴാണ് എനിക്ക് അമ്പലത്തിൽ പോകണം, അടുത്തുള്ള അമ്പലങ്ങൾ ഏതാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടേക്ക് വന്ന് കഴിഞ്ഞപ്പോഴാണ് വേറൊരു എൻട്രൻസും അതിനകത്തൂടെ കയറുമ്പോഴാണ് ഇത്രയും തിരക്ക് പിടിച്ച സിറ്റിക്കകത്ത് ഇതുപോലെ നമ്മൾ പഴയ ഒരു രീതിയിലുള്ളൊരു ക്ഷേത്രം ഉണ്ടല്ലോ, കുറേ മിറ്റവും കുറേ സ്പേസും ആൽമരവും ആ ഒരു പഴയ ഒരു ടൈപ്പിലുള്ളൊരു ക്ഷേത്രം. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു അമ്പലമാണ്, ദേവിയാണ്. അപ്പം എനിക്ക് അവിടെ നിന്ന് തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചു നിങ്ങളെ ഒന്ന് കാണിച്ചു തരണം. അപ്പോൾ ഞാൻ പൂവൊക്കെ വാങ്ങിച്ചിട്ട് ദേവിക്കൊന്ന് മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ചു ദേവിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയിട്ട് തിരിച്ചു വരാം. പൂജയൊക്കെ കഴിഞ്ഞ് പ്രസാദം കിട്ടി. പ്രസാദത്തിനകത്ത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള അവലും പഴവും നിവേദിച്ചതൊക്കെ ഉണ്ട്. ഒത്തിരി സന്തോഷമുണ്ട്. എനിക്ക് കുറേ നാളായിട്ടുള്ള ഡ്രീം, ഞാൻ എപ്പോഴെങ്കിലും എനിക്കൊരു യൂട്യൂബ് ചാനൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എനിക്ക് നിങ്ങളെ കാണിച്ചു തരണം എന്നുള്ളൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. എത്രയോ മാസങ്ങളായിട്ട് ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരാളാണ്. എനിക്ക് ഈ അമ്പലത്തിലെ പ്രത്യേകത എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരാൻ കഴിയത്തില്ല. പക്ഷേ എനിക്ക് ഈ മുറ്റത്തെത്തുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ടൊരു സന്തോഷവും എനർജിയും ഫീൽ ചെയ്യുന്നൊരു ക്ഷേത്രമാണ്. അത്രയും ഇഷ്ടമുള്ള, എറണാകുളത്ത് ഞാൻ പോകുന്ന എൻ്റെ വീടിനടുത്ത് തന്നെയുള്ള മനോഹരമായൊരു ക്ഷേത്രമാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ഈ ക്ഷേത്രത്തിലൊരു ഏറ്റവും മനോഹരമായൊരു വലിയൊരു ആലുണ്ട്. പിന്നെ ഒരു വശത്ത് ശരിക്കും ടൗണിൻ്റെ ബഹളങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ ബഹളങ്ങളൊന്നും ഇതിനകത്ത് ഈ കോമ്പൗണ്ടിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയത്തേയില്ല. കാരണം അത്രയും സ്പേസ് ഉണ്ട്, ഒരു
പരമ്പരാഗതമായ രീതിയിൽ നമുക്ക് ആ ഒരു പഴമ ഒക്കെ ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്ഷേത്രവും മതിൽക്കെട്ടുകളും പിന്നെ അവിടെ എവിടെയൊക്കെയുള്ള നല്ല നല്ല വൃക്ഷങ്ങളും ഒക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര സമാധാനം. നമ്മൾ ഈ സിറ്റിയിൽ ജീവിക്കുമ്പോൾ ഈ ഇടയ്ക്കൊരു പച്ചപ്പൊക്കെ കാണുമ്പം നല്ല ഒരു വേറെ തന്നെ ഒരു ഫീലാണ്. അപ്പോൾ അങ്ങനെ വളരെ സന്തോഷമായിട്ട് ഒരു നല്ലൊരു ദിവസം സ്റ്റാർട്ട് ചെയ്തു. വീഡിയോസ് ഇനിയും ഫ്രീക്വൻ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസത്തിൽ. അപ്പോൾ ഇന്ന് നിങ്ങളുടെ അടുത്ത് ബൈ പറയുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാവരും പറയുന്ന പോലെ അല്ല, എന്തായാലും എനിക്കും വരാൻ സാധിക്കട്ടെ. എനിക്ക് കുറേ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നും എൻ്റെ ലൈഫിൽ വരുന്ന കണക്റ്റഡ് ആയിട്ട് വരുന്ന കുറേ കാര്യങ്ങൾ നിങ്ങളെയൊക്കെ കാണിച്ചു തരണമെന്നും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഐ എം ഷുവർ എൻ്റെ ഒരു ഹാപ്പി പ്ലേസ് ആയിരിക്കും നിങ്ങളുമായിട്ട് വീഡിയോസ് റെഗുലറായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സ്റ്റേ ബ്ലെസ്ഡ്, സ്റ്റേ ഹാപ്പി.